നമസ്കാരം. ജൂൺ 4-ാം തീയതി ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നീട് LDFിലും UDFിലും കേരളത്തിൽ രാജ്യസഭാ സീറ്റിലേക്കുള്ള ചർച്ച പുരോഗമിക്കും. ജൂൺ 4-ാം തീയതിത്തെ ഫലം അടിസ്ഥാനമാക്കിയാകും രാജ്യസഭാ സീറ്റ് വിഭജനം. LDFിലെ ഒഴിവ് വരുന്ന 2, UDFിലെ 1. UDFിലെ സീറ്റിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. ലോക്സഭാ സീറ്റ് 3-മതൊരെണ്ണം കൂടി വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയായിരുന്നു ലീഗിന്. അതുകൊണ്ട് അവിടെ തർക്കം ഉണ്ടാകുന്നില്ല. LDFിലെ ഇക്കുറി 2 ഒഴിവുകളാണുള്ളത്. അത് ഒന്ന് CPIക്കുള്ളതാണ്. യാതൊരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല. അതിൽ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി ഭാവി പരിപാടികൾ തീരുമാനിക്കാനാണ് RJDയുടെ നീക്കം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലാതെ മുന്നോട്ട് പോകാനില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ പാർട്ടി നിൽക്കുന്നത്. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമെന്ന ആവശ്യം ഇനി നടക്കുമെന്ന പ്രതീക്ഷയോ RJDക്കില്ല. ലോക്സഭയ്ക്കും മന്ത്രിസഭയ്ക്കും പുറമെ രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലാതായാൽ പാർട്ടി പ്രവർത്തകരെ പിടിച്ചു നിർത്തുക പ്രയാസമാണ്. വടകരയിലും കോഴിക്കോട് ഉൾപ്പെടെ LDF വിജയത്തിനായി പ്രവർത്തിച്ച RJD പ്രവർത്തകരെ നിരാശരാക്കാനില്ലെന്നാണ് RJDയുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തങ്ങളെ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് ക്ഷണിക്കുമെന്ന് പ്രതീക്ഷയിലാണ് RJDയിലെ മുതിർന്ന നേതാക്കൾ. ലോക്സഭയിൽ CPM നേതൃത്വത്തോടെ സീറ്റ് ആവശ്യപ്പെട്ട RJDക്ക് പകര ഉപാധിയായിരുന്നു ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ്. ആകെ 3 രാജ്യസഭാ സീറ്റുകളിലാണ് LDFിൽ ഒഴിവ് വരുന്നത്. ഇതിൽ ജയിക്കാനാകുന്നത് 2 സീറ്റുകളിലാണ്. സീറ്റ് വിഭജനം സങ്കീർണമായതോടെ പാർട്ടികളുമായി പ്രത്യേകം ചർച്ച നടത്തി ധാരണയിലെത്താനാണ് CPMന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ചർച്ചയും അന്തിമ തീരുമാനവും ഉണ്ടാകുകയുള്ളൂ. സീറ്റ് ആവശ്യത്തിൽ CPIയും കേരള കോൺഗ്രസും നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ RJDയും ഒടുവിലായി NCP അവകാശവാദവുമായി രംഗത്തെത്തുകയായിരുന്നു. എന്തായാലും ഘടകകക്ഷികൾ CPMനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ചയിലേക്കായിരിക്കും 4-ാം തീയതി കഴിയുമ്പോൾ ഉണ്ടാകുന്നത്.